ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെ സമീപിക്കാൻ അർജുന്റെ കുടുംബം. തിരച്ചിലിനായി ഡ്രജർ എത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനാലാണ് കുടുംബം ഡി.കെ. ശിവകുമാറിനെ കാണാനൊരുങ്ങുന്നത്. ഗംഗാവലി പുഴയിലടിഞ്ഞ മണ്ണ് നീക്കം ചെയ്താണ് ഇനി തിരച്ചിൽ നടത്തേണ്ടത്. അതിന് ഡ്രഡ്ജർ എത്തിക്കണം. ഗോവയിൽ നിന്ന് ഷിരൂരേക്ക് ഡ്രഡ്ജർ കൊണ്ടുവരാൻ 1 കോടിയോളം രൂപ ചിലവ് വരും. എന്നാൽ ഈ തുക വഹിക്കാനാകില്ലെന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. അതിനാൽ തിരച്ചിലിൽ അനിശ്ചിതത്വം തുടരുന്നു. ഈ സാഹചര്യത്തിലാണ് അർജുന്റെ കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെ സമീപിക്കാനൊരുങ്ങുന്നത്. ഡ്രഡ്ജർ എത്തിക്കാൻ ആവശ്യമായ തുക അനുവദിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഡി.കെ. ശിവകുമാറുമായി നേരിട്ട് സംസാരിക്കാൻ അവസരമുണ്ടാക്കി തരണമെന്ന് കോഴിക്കോട് എം.കെ. രാഘവനോട് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അർജുന്റെ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവർ കർണാടകയിലേക്ക് പോകും. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് 40 ദിവസമായി. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഷിരൂരുകാരായ ജഗന്നാഥ്, ലോകേഷ് എന്നിവരാണ് മറ്റു 2 പേർ. കഴിഞ്ഞ മാസം 16-നായിരുന്നു അപകടം നടന്നത്. ജനം, കോഴിക്കോട്.